മലയാളത്തിന്റെ യുവ സൂപ്പർ താരം ടൊവിനോ തോമസിനെ നായകനാക്കിയിട്ട് ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ARM, അതായത് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ. ഈ സിനിമ റിലീസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമ കണ്ടു, എന്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് വരാം. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ലാലേട്ടന്റെ സൗണ്ടിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കയ്യടികളും കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ സിനിമ കിട്ടിയെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ലാലേട്ടന്റെ സൗണ്ടിലൂടെ പതിയെ തുടങ്ങിയിട്ടുള്ള ഒരു സിനിമ. പിന്നീട് ഒരു വ്യത്യസ്തമായിട്ടുള്ള 3 ജനറേഷന്റെ കഥയെന്ന് പറയുന്നത്. ഈ 3 ജനറേഷനിലും നായകനായി എത്തുന്നത് നമ്മുടെ ടൊവിനോ തോമസ് തന്നെയാണ്. 3 കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ കഥാപാത്രം എന്ന് പറയുന്നത് നാട്ടിലത്തെ ഒരു യോദ്ധാവിന്റെ കഥാപാത്രമാണ്. ആ ശരീരഭാഷ കൊണ്ടും അതുപോലെ തന്നെ ഫൈറ്റ് രംഗങ്ങൾ കൊണ്ടും അതിന് യോജിച്ച ഒരു നടൻ തന്നെയാണ് ടൊവിനോ തോമസ് എന്ന് ടൊവിനോ തോമസ് തെളിയിച്ചിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ആ ഒരു സീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്ത് കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ, അതായത് മുടിയും കാര്യങ്ങളൊക്കെ തനി വെപ്പ് പോലെ ഫീൽ ചെയ്തുവെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ആക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ടൊവിനോ തോമസ്. രണ്ടാമത്തെ കഥാപാത്രം വേണ്ടി വരുന്നത് അതിശക്തനും അതിബുദ്ധിമാനുമായിട്ടുള്ള മണിൻ എന്ന് പറയുന്ന ഒരു കള്ളന്റെ കഥാപാത്രമായിട്ടാണ് ടൊവിനോ തോമസ് എത്തുന്നത്. ഈ 3 ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വേഷം എന്ന് പറയുന്നത് ഈ മണിൻ എന്ന് പറയുന്ന കള്ളന്റെ റോൾ തന്നെയായിരുന്നു. ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ കള്ളനും ഒരുപാട് ആക്ഷൻ രംഗങ്ങളുണ്ട്. കിഡിലിൻ എക്സ്പീരിയൻസ് ആയിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ഷൻ രംഗങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട്, അതായത് അജയൻ എന്ന് പറയുന്ന ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട്, ഇങ്ങനെ 3 കഥാപാത്രമായിട്ടാണ് ടൊവിനോ തോമസ് ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത്. ടൊവിനോ തോമസിന്റെ വർഷം നോക്കുകയാണെങ്കിൽ 3 വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പുകൾ, 3 വ്യത്യസ്തമായിട്ടുള്ള ശൈലി ലാംഗ്വേജ് ഉള്ള ഈ ഒരു കഥാപാത്രങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ മെയിൻ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒരു അമൂല്യമായിട്ടുള്ള വിഗ്രഹമാണ്. ആ വിഗ്രഹം 3 തലമുറയിലൂടെ കടന്നു വരുന്ന കഥാസന്ദർഭവും അതുപോലെ തന്നെ അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. സിനിമ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും സിനിമ അവതരിപ്പിച്ച രീതി നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഒന്നും തന്നെ ഒരു പുതുമയായിട്ട് തോന്നുന്നില്ല. എവിടെയൊക്കെ നമുക്ക് മിന്നൽ മുരളി കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ തോമസിന്റെ സിനിമയിൽ തന്നെ ആയിട്ടുള്ള ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറയുന്ന സിനിമയിലെ കുറച്ച് കഥാപാത്രങ്ങൾ പോലെയൊക്കെ നമുക്കൊരു സിനിമയിൽ കയറി വരുന്നുണ്ട്. ഫൈറ്റ് സീനുകളും അതുപോലെ തന്നെ ഒരു മോഷണ രംഗവും അടിപൊളിയായിട്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അതെന്തായാലും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമ 3D എഫക്റ്റിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഞാൻ കണ്ടത് PVR-ലാണ്. സിനിമയ്ക്ക് കയറുമ്പോൾ നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ, അതായത് 3D സിനിമ കാണാനുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നു. സിനിമ തുടങ്ങുന്നതിന് മുന്നേ തിരിച്ച ഗ്ലാസ് ഒക്കെ മേടിച്ചിട്ട് പറഞ്ഞു 3D അല്ല 2D തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചതി ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതുപോലെ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. 3D എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് അത് പ്രേക്ഷകനെ കാണിക്കാൻ പറ്റാത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. 3D കാണാനുള്ള മുതലൊന്നുമില്ല. 1-2 സീനുകൾ മാത്രമേ നമുക്കൊരു എഫക്റ്റ് ആയിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഒരു നോർമൽ സിനിമ കാണുന്ന അതേപോലെ തന്നെ ഉണ്ടായത്. പക്ഷേ ഈ സിനിമ ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമയാണ്. ഇത്രയും ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. അത്യാവശ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു. ഒരു തവണ സിനിമ കാണാമെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചിട്ട് പോസിറ്റീവ് വശങ്ങളൊന്നും പറയാനില്ല. BGM നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ തോമസ് ആക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വില്ലൻ ഈ ഒരു സിനിമയിൽ അത്ര വലിയ ഇമ്പാക്ട് നൽകാൻ പറ്റാത്ത ഒരു വില്ലനായിരുന്നു. കാരണം ഹരീഷ് ഉത്തമൻ എന്ന് പറയുന്ന ഒരു വില്ലൻ തമിഴിലും തെലുങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വില്ലൻ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. മലയാളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഇമ്പാക്ട് നൽകാൻ സാധിച്ചിട്ടില്ല. അതെന്താണെന്നുള്ളത് സംവിധായകന്റെ കുഴപ്പമാണ്, അതിപ്പോൾ ലാംഗ്വേജ് മാറി അഭിനയിക്കുമ്പോഴുള്ള പ്രശ്നമാണെന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയായിട്ട് സിനിമക്ക് കാണാൻ പോകണ്ട. ഒരു നോർമൽ സിനിമ, പ്രത്യേകിച്ച് 3D കാണാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും പൈസ മുടക്കിയിട്ട് നമ്മൾ 3D കാണേണ്ട ഒരു ആവശ്യമില്ല. ഈ സിനിമയുടെ റിവ്യൂ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് സിനിമ മാത്രമാണ്. വലിയ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല, വലിയ മോശമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സിനിമ.